എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിവിടെയുള്ള കഴിഞ്ഞ ദിവസം ഒരു 2 പ്ലാറ്റിയെ മേടിച്ചിട്ടുണ്ടായിരുന്നു, മിക്കി മൗസ് പ്ലാറ്റി. അപ്പം നമ്മൾ കടയിൽ പോയപ്പോഴത്തേന് ഒത്തിരി എണ്ണം കിടപ്പുണ്ട്, ഒത്തിരി പ്ലാറ്റി പ്രഗ്നൻ്റ് ആയിട്ട്, അങ്ങനെ ഗർഭിണിയായിട്ട് ഒത്തിരി എണ്ണം കിടപ്പുണ്ട്. അപ്പം നമുക്ക് തോന്നി 2 എണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നി. അങ്ങനെ ചുമ്മാ 2 എണ്ണത്തിനെ പ്രഗ്നൻ്റ് ആയ 2 എണ്ണം നോക്കി നമ്മൾ കൊണ്ടുവന്ന് ഫീമെയിൽസിനെ രണ്ട് പേരും നമ്മളങ്ങനെ കീപ്പ് ചെയ്യാൻ അങ്ങനെയുള്ളതിലല്ല, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ അതിനെയും കൂടെ എന്താ അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പോകത്തുള്ളൂ, നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ, എല്ലാ മീനും തിന്ന് തീർത്ത് പോവുകയുള്ളൂ. പിന്നെ നമുക്ക് ചുമ്മാ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രസവിക്കുകയാണെങ്കിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കീപ്പ് ചെയ്യാന്നുള്ളതിൽ എടുത്തുകൊണ്ട് വന്നു. അപ്പം 2 പേരെ എടുത്തു, വീട്ടിൽ കൊണ്ടുവന്ന് അതിനായിട്ട്. അപ്പം ഇന്നലെ ഒരു രാത്രി ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേന് അത് പ്രസവിച്ചു, ഒരെണ്ണം പ്രസവിച്ചു. അത്യാവശ്യം കൊണ്ട് ആദ്യം ഒരു 2 കുഞ്ഞുങ്ങളെ കണ്ടുള്ളൂ. 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു അരമുക്കാൽ മണിക്കൂർ അല്ല ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ടും ബാക്കി കുഞ്ഞുങ്ങളെ പിന്നെ കണ്ടില്ല. 2 പേരെ ഉള്ളായിരുന്നു. അപ്പോഴും വയറ് വീർത്ത കയറുമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പ്രസവിച്ചിട്ട് ഇനിയും തിന്നുകത്താണോ എന്നൊരു പേടി വന്നു. പക്ഷേ തിന്നതല്ലായിരുന്നു, അത് പ്രസവിച്ച് 2 എണ്ണം മാത്രം പ്രസവിച്ചിട്ട് എനിക്കൊന്ന് സമയമാകുന്നതിന് മുമ്പ് പ്രസവിച്ചതായിരിക്കാം. ഇപ്പം ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേന് ബാക്കി കൂടെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ ഒത്തിരി കുഞ്ഞുങ്ങളും ഇങ്ങനെ വളഞ്ഞും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. സമയമാകുന്നതിന് മുമ്പ് പ്രസവിച്ചാണോ എന്നൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിനെ എടുത്ത് മാറ്റി, കുഞ്ഞുങ്ങളെ കിടക്കുന്നതെന്ന് ഫീമെയിൽ പ്ലാറ്റി എടുത്ത് നമ്മൾ മാറ്റി വേറൊരു ടബിൽ സെപ്പറേറ്റ് ചെയ്ത് ഒരെണ്ണം മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഇപ്പം ഞാൻ പോയി നോക്കിയപ്പോഴത്തേന് അത് അതിനും ചാടി പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം മാത്രം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗപ്പിയുടെ കേസിൽ ഈ ഒരു അബദ്ധം പറ്റിയിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരെണ്ണം മാത്രമായിട്ട് മാറ്റിയിട്ട് നോക്കി. അത് മൂടി വെച്ചിരുന്നു. പ്ലാറ്റിയുടെ സ്വഭാവം പറയുമ്പോഴത്തേന് പ്ലാറ്റികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് പ്ലാറ്റിയും ഭയങ്കര ചാടുന്നവരായിരിക്കും, ഒത്തിരി ചാടുന്നവരായിരിക്കും. അതിപ്പം പ്രഗ്നൻ്റ് ആവണമെന്നില്ല, സ്ട്രെസ്സ് കാണണമെന്നില്ല, ചുമ്മാ ചാടും. അപ്പോൾ അത് പുറത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ല കണ്ണിയകലം കുറഞ്ഞ നെറ്റ് വെച്ച് മൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് കാർഡ്ബോർഡോ എല്ലാം വെച്ച് ചെറിയൊരു ഗ്യാപ്പ് മാത്രമായിട്ട് മൂടി വെക്കും. ഞാനും അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പേ പോയി നോക്കിയപ്പോഴത്തേന് ആ ചെറിയ ഗ്യാപ്പിലൂടെ തന്നെ ചാടി വെളിയിൽ പോയി ചത്തുപോയി. ചത്തുപോയി. അത് ഞാനിപ്പം കയ്യിൽ വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറ്റയ്ക്കിട്ടു, ഫുഡ് രാവിലെ കൊടുത്തിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇടുമ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചാടിപ്പോയി. അപ്പം വളർന്നവർ ശ്രദ്ധിക്കുക, കഴിയുന്നത്രയും മുടി വെക്കാൻ ശ്രമിക്കുക. ഇത് എപ്പോഴും ചാടും, ഇങ്ങനെ ചാടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗപ്പിയുടെ ഫീമെയിൽ പോയ പോലെ ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളായിരുന്നു. ഗപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തുറന്ന് വെച്ചിരുന്നു, അപ്പോൾ അതിന് ചാടിപ്പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. തുറന്നു പറഞ്ഞാൽ കുറച്ചേറെ ഭാഗം തുറന്ന് അങ്ങനെ ഒരു രീതിക്കായിരുന്നു. അപ്പോൾ അത് ചാടിപ്പോയത് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇത് മൂടി വെച്ചിട്ട് ആ ചെറിയൊരു ഗ്യാപ്പിലൂടെ തന്നെ ഇത് എങ്ങനെ ഇറങ്ങിപ്പോയെന്നൊരു പിടി കിട്ടുന്നില്ല. എന്നാണേലും ചത്തുപോയി. അപ്പം പ്ലാറ്റി വളർത്തുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ അതായത് ചത്തിട്ട് കുറച്ച് നേരമായി, അധികം മാറി കിടക്കുമല്ലായിരുന്നു, ടബിനോട് ചേർന്ന് തന്നെ കിടന്നത്. ചത്തിട്ടപ്പോൾ കുറച്ച് നേരമായി ഇങ്ങനെ വടി പോലായി, മിക്കി മൗസ് പ്ലാറ്റി. വളർത്തുന്നവർ ശ്രദ്ധിക്കുക, കഴിയുന്നത്ര ഒരു നെറ്റിട്ട്. എൻ്റെ കയ്യിൽ നെറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ അത് കണ്ണിയാൽ ഇച്ചിരി കുറഞ്ഞതാണ്, ഇച്ചിരി വലിയ കണ്ണിയാണ്, അത് ഇടുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാർഡ്ബോർഡ് വെച്ച് മൂടിയിട്ട് ചെറിയൊരു സ്പേസ് ഇട്ടത്. അപ്പോൾ ഇനിയൊരു അങ്ങനെ നെറ്റ് മേടിക്കണം, എന്നിട്ട് അത് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കുക. പക്ഷെ എന്നാലും ഇത് ചാടിയായി കഴിഞ്ഞാൽ നെറ്റയിൽ ചിലപ്പം കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചിറക് നെറ്റയിൽ കുരുങ്ങിയിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ ചത്തുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പണ്ട് വളർത്തിയിട്ടുള്ളപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ അറിയത്തില്ല. ഇനിയിപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നതെന്ന് അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ, ഈ ഒരു കാര്യം പറയാനായിട്ടാണ്. ഇനിയിപ്പോൾ ഒരാളുടെ കിടപ്പുണ്ട്, അവൾ പ്രസവിക്കാൻ സമയമാവുന്നു. നമ്മൾ വേറെ ഒരു സെയിം സ്റ്റേജ് തന്നെ. അപ്പം അധികം താമസിക്കുക, അടുത്ത ദിവസങ്ങളിലെല്ലാം പ്രസവിക്കും. അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം. ഇതൊക്കെ തന്നെ. വേറൊരു വീഡിയോ കാണാം.